കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ, അതായത് ഈ കഴിഞ്ഞ ആഴ്ചകളല്ല, ഒരേ വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ, ചിന്തിക്കുവാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തുകയുണ്ടായി. വിശുദ്ധ ജീവിതം, അതിൻ്റെ വിവിധ വശങ്ങൾ എന്നതായിരുന്നു നമ്മുടെ വിഷയം. ആ വിഷയത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും അത് നിങ്ങളോടൊപ്പം ഒരുമിച്ച് പങ്കുവയ്ക്കുവാനും ഇടയായി. എൻ്റെ ആത്മീയ ജീവിതത്തിലെ പല വശങ്ങളെയും മനസ്സിലാക്കി തന്ന, അല്ലെങ്കിൽ പഠിക്കുവാനിടയാക്കിയ, ദൈവസന്നിധി താഴ്ത്തുവാനിടയാക്കിയ ഒരു വിഷയമായിട്ടതായിരിക്കുന്നു. ഇന്നത്തെ വിഷയവും അതോട് ചേർന്ന് തന്നെയുള്ള വിഷയം തന്നെയാണ് സംസാരിക്കണമെന്ന് ദൈവാത്മാവിനാൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. വിശ്വാസിയുടെ വിശുദ്ധ ജീവിതവും ആത്മീയ പോരാട്ടവും. ഈ വിഷയം വളരെ പ്രസക്തമായതും എന്നാൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് എൻ്റെ മുമ്പാകെ ആയിരിക്കുന്നു. കാരണം നമ്മുടെ ശത്രുവായ സാത്താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത, നാം അറിയരുത് അല്ലെങ്കിൽ നാം അതിന് പരിഗണന നൽകരുത് എന്ന് വിചാരിച്ച് നമ്മെ അതിലേക്ക് പിന്നോട്ടടിക്കുന്ന ഒരു വിഷയമാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അതിൽ ഉള്ള പോരാട്ടം എന്താണ് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി ആത്മീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും, എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യേ, സ്ത്രീയോ പുരുഷ വ്യത്യാസമില്ലാതെ, രക്ഷിക്കപ്പെട്ടിട്ടോ ദൈവത്തെ അറിഞ്ഞിട്ടോ എത്ര നാളായി എന്നുള്ളതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ലാതെ, അതൊന്നും ഒരു മാനദണ്ഡങ്ങളല്ലാതെ സാത്താൻ നമ്മെ പിന്നോട്ടടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ വശമാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. കാരണം ദൈവം ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപരാകണം എന്ന് ആഗ്രഹിച്ച് ദൈവം തന്റെ വേല തികയ്ക്കുമ്പോൾ, ക്രൂശിലെ വേല തികച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഏറ്റവും വലിയ ഒരു എയിം എന്ന് പറയുന്നത് ഒരു വിശ്വാസി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവന് മുമ്പിൽ വച്ചിരിക്കുന്ന ജീവിതം വിശുദ്ധിയിൽ തികയ്ക്കണം എന്നുള്ളതാണ്. അതിന് തുരങ്കം വയ്ക്കുവാൻ, തടസ്സം വയ്ക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുവാനായിട്ടാണ് സാത്താന്റെ വേല നടക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു ശത്രു നമുക്കുണ്ട്, നമുക്ക് ജയിക്കുവാനായിട്ടൊരു പോരാട്ടമുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൻ്റെതായ റിസോഴ്സസ് ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ലോക ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ അനേക യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അനേക യുദ്ധങ്ങളെ കുറിച്ച് നാം കാണുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധങ്ങളിൽ പല യുദ്ധങ്ങളും യുദ്ധങ്ങൾ എന്നുള്ള വലിയ ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ പോലും അല്ലാതായി മാറിയ സംഭവങ്ങൾ പലതുമുണ്ട്. അതിന് കാരണം ശത്രു ആരെയാണോ ആക്രമിക്കാനായിട്ട് പോകുന്നത്, ആ ശത്രു പ്രബലനാണെങ്കിൽ ഏത് രാജ്യത്തെയാണ് ആക്രമിക്കുന്നത് അവൻ ആദ്യമേ തന്നെ അങ്ങ് കീഴടങ്ങും. പിന്നെ അവിടെ യുദ്ധത്തിനുള്ള സാധ്യതയോ രക്തം ചൊരിയലിന്റെ സാധ്യതയോ, കീഴടങ്ങി അടിമയായി അങ്ങനെ പോകുന്ന അനേക യുദ്ധങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ യുദ്ധങ്ങളൊന്നും അവർക്കില്ല, വലിയ പോരാട്ടങ്ങളൊന്നും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയത്തില്ല. വലിയ ഹീറോസിനെ ഒന്നും നമ്മൾ അവിടെ കാണുന്നില്ല. അലക്സാണ്ടർ എന്ന് പറയുന്ന ചക്രവർത്തി അനേക സ്ഥലങ്ങൾ പിടിച്ചടക്കിയതിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പല രാജ്യങ്ങളും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമേ തന്നെ അവരെന്ത് ചെയ്യും, അവരടിയറവ് പറയും. അവിടെ ഒരു യുദ്ധങ്ങളോ ആ പ്രോസസ് ഒന്നും തന്നെ അവിടെ നടക്കുവാനായിട്ടുള്ള സാധ്യതകളില്ലാതെ മങ്ങുന്ന സാഹചര്യങ്ങൾ. ആത്മീയ പോരാട്ടം എന്നുള്ള വിഷയം നാം വിശ്വാസികൾ മനസ്സിലാക്കണം, അത് തിരിച്ചറിയണം, അതിന് പ്രാധാന്യം നൽകണമെന്ന് പറയുന്നതിന്റെ കാരണം പല ആത്മീയ പോരാട്ടങ്ങളിലും
നമ്മൾ പോരാട്ടങ്ങളാണെന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ ഇഗ്നോർ ചെയ്ത് ആ പോരാട്ടത്തിന് മുന്നിൽ നമ്മൾ ആദ്യമേ തന്നെ അടിയറവ് പറയുകയാ. അത് യുദ്ധങ്ങളായിട്ടോ വലിയ സംഘർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിനുള്ളിൽ കിടക്കുന്ന ഞരക്കങ്ങളോ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. ആദ്യമേ തന്നെ ആ ഒരു ശത്രുവിന് മുൻപിൽ കീഴടങ്ങി വിശുദ്ധ ജീവിതത്തിനോട് ടാറ്റ ബൈ ബൈ പറയുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും എല്ലാ വിശ്വാസികളും ആണോന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അതൊരു പോരാട്ടമാണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പോലുമുള്ള ആ ഒരു സ്റ്റേജിലേക്ക് പോലും നമ്മൾ ആരും ചിലപ്പോൾ എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പോരാട്ടമാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് മാത്രമുള്ള പ്രശ്നമാണ് എന്ന് നമ്മൾ വിചാരിക്കും. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ ഏറ്റവും ബഹുമാനിക്കുകയും നാം ഏറ്റവും നല്ല വ്യക്തിയായിട്ട് കരുതുന്ന ഒരു വ്യക്തി പറഞ്ഞ തന്റെ സാക്ഷ്യം പൗലോസ് അപ്പോസ്തലനാണ്, മറ്റാരുമല്ല. താൻ പറയുകയാണ്, റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 20. ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. 19-ാം വാക്യം. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ആരാ ഇത് വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്? ആരെക്കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? ആരാ പറഞ്ഞത്? പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വലിയ ആത്മീയ മനുഷ്യൻ താൻ അവിടെ പ്രസ്താവിക്കുകയാണ് തൻ്റെ ഒരു സാക്ഷ്യമായിട്ട്. ഞാൻ ഇച്ഛിക്കുന്ന തിന്മയല്ല, അല്ലെങ്കിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല കാര്യം ചെയ്യണമെന്ന്, നല്ലത് മാത്രം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് തിന്മ പ്രവർത്തിക്കുന്നതായി മാറുന്നു. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ പല സന്ദർഭങ്ങളിലും പ്രവർത്തിച്ചു പോരുന്നു. ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം. പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അറിയാം. താൻ കടന്നുപോയ പീഡനങ്ങളും യാതനകളും വേദനകളും ഒക്കെ നമുക്കറിയാം. എന്നാൽ ആ വ്യക്തി പോലും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുകയാണ് എന്ന്. ഇത് തൻ്റെ വിനയത്വം കൂടിയതുകൊണ്ട്, വിനയം കൊണ്ട് പറഞ്ഞു പോയ സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ലെങ്കിൽ താൻ എന്തെങ്കിലും താഴ്മയുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണോ? ഒരിക്കലുമല്ല. തൻ്റെ പേഴ്സണാലിറ്റി ഒരു വിശ്വാസിയുടെ മുമ്പ് അല്ലെങ്കിൽ ദൈവജനത്തിന് മുമ്പാകെ ദൈവാത്മാവിനാൽ താൻ തുറന്നു കാണിക്കുകയാണ്. ഒരു ക്രിസ്തീയ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ചിന്തകൾ ആ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പല യുവാക്കന്മാരോട് നാം സംസാരിക്കുമ്പോൾ ശരിയാവണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇത് യുവാക്കന്മാരുടെ ജീവിതത്തിൽ മാത്രമുള്ള കാര്യമല്ല, വിശ്വാസികളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് പലപ്പോഴും ആത്മീയമായി വിശുദ്ധിയിലും വളരണം, ആത്മാവിൽ വളരണം, ആത്മാവിൽ പുതുക്കം പ്രാപിക്കണമെന്ന ഇന്നർമോസ്റ്റ് ഒരു ആഗ്രഹം നമുക്കുണ്ട്. കാരണം ആ ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ആരും വിശ്വാസികളല്ല. നാം വിശ്വാസികളായി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആ ഒരു ബേസിക് ഒരു ഡിസയർ നമ്മുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും ഈ ഡിസയറിനെ തുരങ്കം വയ്ക്കുവാനായിട്ട് പല സാഹചര്യങ്ങളിലും നമ്മൾ പറയും, എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് കഴിയുന്നില്ല, എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല. പൗലോസും അതേ സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ്. പ്രിയമുള്ളവരെ, ആത്മീയമായി നാം രക്ഷിക്കപ്പെട്ട് വന്ന സമയങ്ങൾ നിങ്ങൾ അന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല സാഹചര്യങ്ങളായിരിക്കാം.
ആ ഓരോ സമയത്തും നമ്മൾ കർത്താവ് പറയുന്നത് എന്താണെന്ന് ഏറ്റവും ശ്രദ്ധയോടുകൂടി കേട്ട് ഓരോ ചുവടും വയ്ക്കുവാൻ ആഗ്രഹിച്ചു മുന്നേറി പലപ്പോഴും പരാജയപ്പെട്ട് എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിരാശയിലേക്ക് നാം പോകുന്ന അവസ്ഥ, ഇത് എന്നെ സംബന്ധിച്ച പണിയല്ല, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ് നിരാശരായി പറഞ്ഞോ പറയാതെയോ പിന്നെ നമ്മുടെ ജീവിതം ഒരു പൊത്തുപരുത്ത ക്രിസ്തീയ ജീവിതമായി അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, ഒരു പോരാട്ടവുമില്ല, എല്ലാം നല്ല സുഖമാണ്, സുഖമായിട്ട് ക്രിസ്തീയ ജീവിതം നയിച്ചു വേണമെങ്കിലും പോകാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതിലൊരു പോരാട്ടമുണ്ട്, അതിലൊരു സ്ട്രഗിളുണ്ട്, അതിലൊരു ബാറ്റിലുണ്ട്. പ്രിയമുള്ളവരെ, ആ ബാറ്റിൽ പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ആ ബാറ്റിലിനോട് ആദ്യമേ തന്നെ അടിയറവ് പറയുകയാണ്. ദൈവാത്മാവ് ഒരു പാപം ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ അതിനോട് യാതൊരു റെസിസ്റ്റൻസും ഇല്ലാതെ, യാതൊരു പ്രതികരണവും ഇല്ലാതെ, അത് റെസിസ്റ്റ് ചെയ്താലല്ലേ ബുദ്ധിമുട്ടുള്ളൂ, റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു പോകും. ഈ സാത്താനെ സംബന്ധിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, താൻ ഊടാടി സഞ്ചരിക്കും. തൻ്റെ ഇംഗിതത്തിന് ആഗ്രഹത്തിന് അനുസരിച്ച് വഴങ്ങുന്ന വിശ്വാസികളെ ഒന്നും അവ ആക്രമിക്കാനൊന്നും വരത്തില്ല. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ളവരെ അവൻ ഒരു മൈൻഡും ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ അവന്റെ പാട്ടിലാക്കുവാനായിട്ട് ഒരു എഫേർട്ടും ഇടണ്ട. എനിക്ക് തോന്നുന്നു ജോർജ് മാത്യു ബ്രദർ ആണെന്ന് തോന്നുന്നു. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ പലപ്പോഴും നമ്മെ സാത്താന് പരാജയപ്പെടുത്താൻ വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഒരു പിക്ചറോ ഒരു വീഡിയോയോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന ഒരു വാക്കോ കേട്ടാൽ മതി നമ്മൊക്കെ കീഴടങ്ങാനായിട്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുമ്പോൾ സമയത്ത് അത്രയും നാളും 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞും പരീക്ഷിക്കുന്നുണ്ട്. അത്രയും എഫേർട്ട് സാത്താൻ ഇടുന്നത്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, വിശ്വാസികളായിട്ടുള്ള എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാത്താന് നമ്മുടെ മേൽ എന്തെങ്കിലും എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ ജീവിതം നാം നയിക്കാതിരിക്കുവാനായിട്ട് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ എൻ്റെ മേൽ എന്തെങ്കിലും എഫേർട്ട് പോലും ഇടേണ്ടതുണ്ടോ? അവൻ ശക്തിയുള്ളവരാണ്, യാതൊരു സംശയവും ഇല്ല. പക്ഷെ എന്നാൽ അവൻ എന്തെങ്കിലും ഒരു ശ്രമമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നുണ്ടോ? നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധേടല്ല. നമ്മൾ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റു വിശ്വാസികൾ, സഭ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ പ്രശ്നം കിടക്കുന്നുണ്ട്. 7-ാം അധ്യായം തന്നെ 20-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, പൗലോസ് പറയുന്നത്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും അതിനെ പ്രവർത്തിക്കുന്നു ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അവിശ്വാസി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ? ദൈവത്തിനു വേണ്ടി പോരാടിയ ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുകയാണ്, എന്റെ ഉള്ളിൽ പാപം വസിക്കുന്നുണ്ട്, ഞാൻ ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ എന്റെ ജഡത്തിനുള്ളിൽ, എന്റെ ഉള്ളിൽ പാപം വസിക്കുന്നു. നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഇത്? എൻ്റെ ഉള്ളിൽ പാപം വസിക്കുന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറുണ്ടോ? പുറത്തുള്ള അനേക ലോകം, ജഡം, പിശാച്, അതിൽ 3 ശത്രുക്കളാണല്ലോ വിശ്വാസിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ജഡത്തിലെ പാപത്തെ കുറിച്ച്, പാപം നമ്മിൽ വസിക്കുന്നുണ്ട്, ആ ജഡത്തിന് പാപമോചനം പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ തികച്ചും രൂപാന്തരം പ്രാപിക്കും. നമ്മുടെ ശരീരമെല്ലാം കർത്താവിന്റെ ശരീരം പോലെ രൂപാന്തരപ്പെടും, യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജഡത്തിൽ പാപം വസിക്കുന്നു. നമ്മുടെ ഉള്ളില്, അല്ലെ വീട്ടില് മോശമായിട്ടുള്ള ഒരു മത്സ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറച്ചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അല്ലെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. കുറെ നാളായി, 2 ആഴ്ചയായി, 1 മാസമായി, ഇതിങ്ങനെ കേടായിക്കൊണ്ടിരിക്കും. തുറക്കുമ്പോഴെല്ലാം ഇത് സ്മെല്ല് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഗസ്റ്റ് വന്നു എന്ന് വിചാരിക്കുക. ഗസ്റ്റ് വരുമ്പോഴും ഇത് തുറന്നെന്തോ എടുത്തപ്പോഴും പിന്നെയും സ്മെല്ലാണ്. പക്ഷേ പുറത്തുള്ള ആൾക്ക് മനസ്സിലാവും, അകത്തുള്ള ആൾക്ക് മനസ്സിലാവും. കുറെ ദിവസമായിട്ടിരിക്കുക, ഈ സ്മെല്ലിനോട് അവർ യൂസ്ഡ് ആയി കഴിഞ്ഞു, ഇതൊരു സ്മെല്ലാണെന്ന് തന്നെ മനസ്സിലാകത്തില്ല.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്, പാപം വസിക്കുന്നു. ജഡത്തിന് അധീനപ്പെട്ട അല്ലെങ്കിൽ ജഡത്തിന്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമുള്ള ആ ഒരു ശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഉള്ളിൽ പൗലോസ് പോലും പറഞ്ഞു, എന്നിൽ പാപം വസിക്കുന്നു. റോമാലേഖനം തന്നെ 8-ാം അധ്യായം 7-8 വാക്യങ്ങളോട് വായിച്ചു നോക്കിയാൽ അറിയാം. ഇങ്ങനെയാണ്, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 7 and 8. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതും അല്ല. ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. ബിക്കോസ് ദ carnal mind is enmity against God, for it is not subject to the law of God, neither indeed can be. അതിന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത ഒരു ജഡത്തിന്റെ ചിന്ത നമ്മുടെ എല്ലാ ശരീരത്തിലും ഉണ്ട്. സബ്ജക്റ്റ് ചെയ്യുവാൻ, ദൈവത്തില് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ സബ്ജക്റ്റ് ചെയ്യുവാൻ, കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത ഒരു ജഡം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊരിക്കലും കീഴ്പ്പെടത്തില്ല. നമ്മൾ ആരും വിചാരിക്കേണ്ട അത് കീഴടങ്ങിക്കോളൂന്ന്. അത് കീഴ്പ്പെടുവാനായിട്ട് അതിന്റെ സ്വഭാവത്തിൽ, ആ ജഡത്തിന്റെ സ്വഭാവത്തിൽ കീഴ്പ്പെടുവാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല. അത് ആ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ അത് കറപ്റ്റഡ് ആയതാണ്. അത് കീഴ്പ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ല. ഈ പാപത്തിന്റെ പ്രശ്നം ആ ജഡത്തിന്റെ ചിന്തയ്ക്ക് കീഴ്പ്പെടുവാൻ താല്പര്യമില്ല. കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, മർക്കോസ് 7:20 മുതൽ 23 വരെ നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് എന്ത് സംഭവിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 7-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ശിഷ്യന്മാര് പറഞ്ഞോ അല്ലെങ്കിൽ അവിടെ അവര് കൈ കഴുകാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന സന്ദർഭം ഉണ്ടല്ലോ. പക്ഷെ ദൈവം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, മനുഷ്യനെ അശുദ്ധനാക്കുന്ന കാരണം അവനിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതാണ്. എന്റെ ജീവിതത്തിൽ, എന്റെ ഹൃദയത്തിലുള്ള അശുദ്ധിക്ക് കാരണം അത് വേറെ പുറത്തുള്ളവരോടൊന്നും ബ്ലെയിം ചെയ്യേണ്ട, പുറത്തുള്ള ഒരു സാഹചര്യത്തിലോട്ട് ബ്ലെയിം ചെയ്യേണ്ട. അത് എന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണ്. ജഡത്തിൽ പാപം വസിക്കുന്നു. പലപ്പോഴും ഈ ഏദൻ തോട്ടത്തിലെ സംഭവം തൊട്ട് നോക്കിയാൽ അറിയാം, എല്ലാ ചരിത്രത്തിലും മനുഷ്യരെ വിധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് അവര് പുറമേയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്ത് നിൽക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, ദൈവം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങളത് വായിച്ചു നോക്കിക്കോ. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്ര അവനെ അശുദ്ധനാക്കുന്നത്. ഇനിയും യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളൂടെ വായിക്കാം. ഈ ഉള്ളിലുള്ള പാപത്തിന്റെ സീരിയസ്നെസ് പറഞ്ഞു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. ജെറമ്യ ചാപ്റ്റർ 17 വേഴ്സ് 9 and 10. മതി. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്. ഞാൻ വായിക്കുന്ന വാക്യം ദൈവവചനത്തിലുള്ളത് തന്നെയാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ഈ ഉള്ളിൽ വസിക്കുന്ന പാപത്തിന്റെ മറ്റൊരു പ്രശ്നം കൂടെ അവിടെ പറയുകയാണ് പൗലോസ്. ഞാൻ ഒരു പാപത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ പോലും ഞാൻ വിശുദ്ധനാകയില്ല. അതിന്റെ വാക്യം, എന്റെ യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ
ശോധന ചെയ്ത് കറക്റ്റ് ചെയ്യുവാനായിട്ട് പറ്റാത്ത വിധത്തിലുള്ള ഒരു സാധനമാണ് ഈ ഉള്ളിൽ വസിക്കുന്ന പാപം. അതിനെ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ആർക്കും എന്തെങ്കിലും ചെയ്ത് മാറ്റിക്കളയുവാനൊന്നും പറ്റത്തില്ല. അത് നമുക്ക് തന്നെ ശോധന ചെയ്താൽ പോലും ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നാം ഒരു പാപത്തെക്കുറിച്ച് കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും നീതിമാനാണെന്ന് വരികയില്ല. കാരണം കർത്താവ് വിധിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, അതിന്റെ റിയൽ പിക്ചർ, ആ റിയൽ എസൻസ്, അതിന്റെ റിയൽ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ ജഡത്തിൽ വസിക്കുന്ന പാപത്തെ മുഴുവനായിട്ട് അനലൈസ് ചെയ്യുവാനുള്ള ശക്തി പോലും നമുക്കില്ല. അപ്പൊ അതിന്റെ സീരിയസ്നെസ് എത്രത്തോളം ആയിരിക്കും? ഒരു അസുഖം നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക. ആ അസുഖത്തെ ട്രീറ്റ്മെന്റ് നടത്തുവാൻ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഡോക്ടർമാർക്കൊന്നും, ശാസ്ത്രത്തിൽ മരുന്നോ അല്ലെങ്കിൽ മെഡിസിനോ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ രോഗത്തിന്റെ തീവ്രത എങ്ങനെ വിശേഷിപ്പിക്കും? തീവ്രത എത്രയോ മടങ്ങ്. എന്താ നിപ്പ ഇത്രയും അപകടകരമാണ് കൊറോണയെക്കാളും എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്നറിയാമോ? കൊറോണ സ്പ്രെഡ് ആവും, പക്ഷെ നിപ്പ മോർട്ടാലിറ്റി റേറ്റ്, മരണസംഖ്യ കൂട്ടുന്ന അസുഖം. ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ളിൽ ഈ ഇത്രയും സീരിയസ് ഒരു വിഷയമാണ് നമ്മുടെ ജീവിതങ്ങളിൽ ജഡത്തിൽ വസിക്കുന്നതെന്ന് നാം ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് സ്വതമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സ്റ്റേജിൽ പോലും അതുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരികയാണ്, ഇതിപ്പോ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള സ്റ്റേജിലോട്ട് പോകണ്ട, അതിലോട്ട് ഞാൻ വരാം. ഇനി ഈ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ആ ഉള്ളിൽ വസിക്കുന്ന പാപമുണ്ട് എന്ന് പറഞ്ഞു, ആ പാപത്തിന്റെ സീരിയസ്നെസ് എത്രമാത്രമാണെന്ന് പറഞ്ഞു, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11 അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ. ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 24-25. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അതിന്റെ ഇംഗ്ലീഷ് കൂടെ ഞാൻ വായിക്കാം, 23 മുതലുള്ള വാക്യം. ബൈ ഫെയ്ത്ത് മോസസ് when he was born was hid 3 months of his parents because they saw he was by faith. 24 വാക്യം. By faith Moses when he was come to years refused to be called the son of Pharaoh's daughter, choosing rather to suffer affliction with the people of God than to enjoy the pleasures of sin for a reason. എന്താ പ്രശ്നം എന്നറിയോ? പ്ലഷേഴ്സ് ഓഫ് സിൻ, ഡിസയർ ഫോർ സിൻ. ഈ പാപത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നറിയാം. ഇതെങ്ങനെയാണ് നമ്മളെ പാപത്തിലേക്ക് വലിച്ചിടുന്നത് അറിയാമോ? ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. ജഡത്തെ തൃപ്തിപ്പെടുത്തുവാൻ പാകത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ജനിപ്പിക്കും. അത് തൽക്കാലം ഭോഗമുള്ളതാണ്, നല്ല കാര്യമാണ്, താൽക്കാലികമാണ്. എന്നാൽ പോലും ജഡത്തിന് അതിനെ പ്രീതിപ്പെടുത്തണം, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ജഡത്തിൽ ഡിസയേഴ്സ് ഓഫ് ഫ്ലഷ്, നമ്മുടെ ജഡത്തിൽ ആഗ്രഹങ്ങൾ ജനിക്കും. ഇത് പറയുമ്പോൾ ലോകത്തിൽ ഒരു തിയറി ഇങ്ങനെയുണ്ട്, പാപം ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നും ആഗ്രഹിക്കാതെ അങ്ങനെ ഒരു മതമുണ്ട്. ആഗ്രഹമാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹിക്കാതെ ഇരുന്നാൽ മതി. വേദപുസ്തകത്തിൽ എന്താ പറയുന്നത്? വേദപുസ്തകത്തിൽ എന്താ പറയുന്നത്? ഫിലിപ്പി ലേഖനം 3 അധ്യായം 10 വാക്യം. ഫിലിപ്പിയർ 3 അധ്യായം അതിന്റെ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഇത് ആരുടെ ആഗ്രഹം? പൗലോസിന്റെ ആഗ്രഹം.
മറ്റു വാക്യങ്ങളുണ്ട്. റോമാലേഖനം 10-ാം അധ്യായം 1-ാം വാക്യം, അവിടെ അതുകൂടെ വായിക്കാം. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 1. അവിടെ ഒരു ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. പൗലോസിന്റെ മറ്റൊരു ആഗ്രഹം അവിടെ പറ. അനേക വാക്യങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഇംബിൾട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞു ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നും ആഗ്രഹിക്കുന്നതെന്നുള്ളതല്ല, എന്നാൽ ജഡത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ടുള്ള ആഗ്രഹങ്ങളായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മാറരുത്. അതിനെ കീഴടക്കുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങളായി മാറണം. ജഡത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ആത്മാവിനെ നിരസിച്ചുകൊണ്ട് ആത്മാവിനോട് യാതൊരു അനുസരണയുമില്ലാതെ ആ ജഡത്തെ മാത്രം പ്രീതിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഈ പ്രശ്നം എന്തോ ഉണ്ടാവുന്നത്? പാപത്തിലേക്ക് നാം പോകുന്നത്. അപ്പോ ഈ പാപത്തിന്റെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപത്തിന്റെ ഒരു സ്വഭാവം എന്താ? നമ്മെ ജഡത്തെ തൃപ്തിപ്പെടുത്തുവാൻ, പ്രീതിപ്പെടുത്തുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നു. ഇനി ഞാൻ അടുത്ത വാക്യത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, അവിടെ എന്താ പറയുന്നത് പാപത്തെക്കുറിച്ച്? യാക്കോബിന്റെ ലേഖനം ജെയിംസ് 1:14. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ഈ ആകർഷണം നമ്മെ വശീകരിച്ചെടുക്കാൻ പാകത്തിലുള്ള ആഗ്രഹമാണ് ജനിക്കുന്നത്. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായം, ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചു പോകുന്നത് ഈ പാപത്തിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു വരുവാൻ വേണ്ടിയിട്ടാണ്. 4-ാം അധ്യായം 22 മുതലുള്ള വാക്യം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, these desires will deceive us. നമ്മെ ചതിക്കുന്ന ആഗ്രഹങ്ങളാണിത്. സംശയമുണ്ടോ? ഏദൻ തോട്ടത്തിൽ നോക്കാം. ഈ പാപത്തിന്റെ പ്രശ്നം എന്താണ്? പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മൾ ഈ വാക്യങ്ങളൊക്കെയും വിഷയങ്ങളൊക്കെയും പല വിധത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പല തലത്തിൽ സംസാരിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ പാപം, അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപത്തിന്റെ സീരിയസ്നെസ്, അതിന്റെ പ്രവർത്തനം നമ്മയുടെ ജഡത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ജഡത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ അടിമപ്പെടുത്തുകയാണ് അതിനുവേണ്ടി. ഹോശേയുടെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈ പാപത്തിന്റെ, നമ്മിൽ വസിക്കുന്ന പാപത്തിന്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഹോശേയ 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം കിട്ടുന്നവർ ആദ്യം ഒന്ന് വായിക്കാമോ? ഏഴാം അധ്യായം, ഹോശേയ ചാപ്റ്റർ 7 വേഴ്സ് 9. അതെ, അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു എങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെ നരച്ചിരിക്കുന്നു എങ്കിലും അവൻ അറിയുന്നില്ല. എഫ്രീമിനെ കുറിച്ച് പറയുന്ന വാക്യമാണ്, അല്ലെ? പാപത്തിന്റെ മറ്റൊരു സ്വഭാവത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ ഇത് നമ്മളെ അപകടത്തിലേക്ക് നയിക്കുകയാണ്. നമ്മൾ ഈ പാപത്തോടുള്ള ബന്ധത്തെ അല്ലെങ്കിൽ പ്രലോഭനത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഒരു തവളയുടെ ഉപമ അല്ലെങ്കിൽ കഥ ഇങ്ങനെ പറയാറുണ്ടല്ലേ? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? എന്താ, തവളയെ ഒരു ചൂടുവെള്ളത്തിൽ ആദ്യമേ ജീവനുള്ള തവളയെ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? സാധാരണഗതി തവളയൊന്നും ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കാണാറില്ല. തവള പടത്തിലെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. എന്താ, ചൂടുവെള്ളത്തിൽ ഉടനെയുള്ള ചൂടുവെള്ളത്തിൽ എടുത്തിട്ട് അത് ചാടി രക്ഷപ്പെടാൻ സർവ്വശ്രമവും അത് നടത്തും. പക്ഷേ ഒരു തണുത്ത വെള്ളത്തിൽ ഒരു തവള ഇട്ടിട്ട് അതിനെ ചൂടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തവള ചാടാൻ ശ്രമിക്കുമോ? അതെന്ത് ചെയ്യും? ഗ്രാജുവലി ടെമ്പറേച്ചർ റൈസ് ആവും. കുറച്ച് കഴിയുമ്പം തവള ചത്ത് പൊങ്ങും. ഇതാണ് ഈ പാപത്തിന്റെ പ്രശ്നം. അത് ഒരു സഡൻ റിയാക്ഷൻ ഒന്നും ചിലപ്പോൾ നമുക്ക് റിസൾട്ട് ഒന്നും കാണാനായിട്ട് പറ്റത്തില്ലായിരിക്കാം.
അത് ഗ്രാജുവൽ പ്രോസസ് ആയിരിക്കും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പെറുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ മോഹം ഗർഭം ധരിച്ച് അതിനൊരു കാലയളവുണ്ട്. അത് പക്ഷേ പുറത്ത് റിവീലാകുന്നത്, അത് പുറത്തേക്ക് വരുന്നതിനൊരു കാലതാമസം ഉണ്ടാവും, ഒരു പീരീഡ് ഉണ്ടാവും. അത് ഉടനെ ചിലപ്പോൾ ഉണ്ടാകണോ നിർബന്ധമില്ല. പക്ഷേ അത് പാപത്തെ പെറുന്നതാണ്, മരണത്തെ പെറുന്നതാണ്. അത് ജഡത്തിന്റെ പ്രീതിപ്പെടുത്തുവാൻ ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതാണ് ഈ പാപം. അത് മരണത്തെ പെറുന്നതാണ്. ഞാൻ പിന്നെ മുമ്പോട്ട് പോവുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഞാൻ എല്ലാ വാക്യങ്ങളും എടുത്ത് തന്നെയാണ് ഇന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. 10-ാം അധ്യായം 12. നമുക്കറിയുന്ന വാക്യം, നാം ഒരു പക്ഷേ അടിവരയിട്ട് വച്ചിരിക്കുന്ന വാക്യവും ആയിരിക്കാം. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 12. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: ആകയാൽ ഞാൻ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. ഈ വാക്യം നമുക്കെല്ലാവർക്കും അറിയുന്ന വാക്യം അല്ലേ? പക്ഷേ എൻ്റെ ജീവിതത്തിലായാലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴൊക്കെ നിന്നു എന്ന് നാം തോന്നുന്നുവോ, എപ്പോഴൊക്കെ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നുവോ, ഒരു സമയ വ്യത്യാസമില്ലാതെ വീണ് നിലംപരിശായിട്ടുണ്ട്. നിങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ, നിങ്ങൾ നിൽക്കുന്നു എന്നുള്ള ആ കോൺഫിഡൻസ് നിങ്ങൾ എവിടെയോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്ന സമയത്തുണ്ടല്ലോ, അപ്പൊ വീഴും. സാത്താന് പാപം ഉണ്ടായത് എങ്ങനെയാ? സാത്താന്റെ പാപം എങ്ങനെയാ? അവൻ ഹൃദയത്തിൽ ചിന്തിച്ചല്ലേ, ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപക്ഷെ ഹൃദയത്തിൽ ചിന്തിക്കും ഞാൻ നിൽക്കുന്നു എന്ന്. ആ ഓവർ കോൺഫിഡൻസ് നമ്മൾ അങ്ങ് പറഞ്ഞു നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കൂ, അവിടെയൊക്കെ വീഴുവാനായിട്ടുള്ള സാഹചര്യം വന്നു വിടുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം കൂടെ നിങ്ങളൊന്ന് കുറിച്ച് വെച്ചോളൂ, അതിനോട് ബന്ധിച്ചിട്ട്. സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എവിടെ കിടക്കുന്നതെയോ? യുവാക്കളും യുവതികളും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആ സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാം വാക്യം. എല്ലാ പ്രായത്തിലുള്ളവരതൊന്ന് നോക്കുക. 8-ാം അധ്യായം 11-ാം വാക്യം. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ഇംഗ്ലീഷിലുള്ളത് ഞാൻ കൂടെ വായിക്കാം. ബിക്കോസ് സെന്റൻസ് അഗൈൻസ്റ്റ് ആൻ ഈവിൾ വർക്ക് ഈസ് നോട്ട് എക്സിക്യൂട്ടഡ് സ്പീഡ്ലി, therefore the hearts of sons of men is fully set in them to do evil. പാപം ചെയ്യുമ്പോ അത് പാപമാണെന്ന് മനസ്സിലാക്കിയാൽ പോലും അത് തെറ്റാണ്, ദൈവഹിതത്തിന് എഗനിസ്റ്റ് ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലും പലപ്പോഴും പല വിശ്വാസികളും, ഞാൻ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് നിർത്തി ഞാൻ പറയുകയാണ്, നമ്മുടെ അത് തുടരുവാനുള്ള റീസൺ എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? അതിന്റെ ശിക്ഷകൾ, അതിന്റെ റിസൾട്ടുകൾ, കോൺസിക്വൻസസ് ഉടനടി ദൈവം നടപ്പാക്കാത്തതിന്റെ പേരിൽ ആ പാപത്തിൽ തുടരുവാനുള്ള ധൈര്യം പലപ്പോഴും നമുക്കുണ്ടായി പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആ പാപത്തിൽ തുടർന്ന് അതിൽ നിന്ന് തിരിച്ചു വരുവാൻ കഴിയാൻ പാടുള്ള സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. ഇതാണ് പാപത്തിന്റെ ഒരു പോയിസൺ എന്ന് പറയുന്നത്, സ്ലോ പോയിസൺ അല്ലേ? വലിയ മാരകമായ വിഷങ്ങൾ ചിലതൊക്കെയും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, അത് ഉടനെ മരിക്കുന്നതല്ല. ക്യാൻസർ നോർമലി അത് ഡെത്ത് കൂടിയ ഒരു രോഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. പല ക്യാൻസർ, ചില കാര്യങ്ങളിൽ ചില ഭാഗത്ത് വരുന്നത് ക്യാൻസർ പെട്ടെന്ന് മരണത്തിന് കാരണമാകും. എന്നാലും അത് വന്ന് 1-2 ദിവസത്തിനകം മരിക്കുന്ന ഒരു രോഗമൊന്നും അല്ല.
അത് പല നാൾ കഴിഞ്ഞ് സെല്ല് ഇങ്ങനെ വർദ്ധിച്ച് നമ്മുടെ പല ഭാഗങ്ങളിലും അത് സ്പ്രെഡായി അതിനൊരു ടൈം എടുത്ത് ആ ഒരു ഗ്യാപ്പ്, അതിന്റെ മെഡിക്കൽ ടേം എന്താണെന്ന് എനിക്കറിയത്തില്ല, ആ ഒരു ടൈം പീരീഡ് എടുത്തിട്ടാണ് അതിന്റെ പ്രശ്നം വഷളായി പലരുടെയും ജീവിതങ്ങളിൽ അത് പുറത്തു വരുന്നത് തന്നെ അത് ഫുള്ള് സ്പ്രെഡായിട്ടായിരിക്കും. ഇതേ പ്രശ്നം നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കൂ. പാപത്തിന്റെ പ്രശ്നവും സ്വഭാവവും ഇത് തന്നെയാണ്. പലപ്പോഴും അത് ഉള്ളിൽ തന്നെ കിടന്ന് അതിങ്ങനെ വഷളായി അത് പുറത്തു വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് യാതൊരു റിസൾട്ടും കാണാത്തതുകൊണ്ട്, കോൺസിക്വൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിൽ തന്നെ തുടരാനായിട്ടുള്ള ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് പ്രിയമുള്ളവർ. നമ്മൾ എത്ര പെട്ടെന്ന് അതിനെ പരിഹരിക്കുന്നുവോ അത്രയും ലഘുവായിട്ട് ആ പാപത്തിന്റെ പ്രശ്നം നമ്മിൽ ദൂരീകരിക്കപ്പെടും. നമ്മൾ എത്ര അതിനുവേണ്ടി വച്ചുല്ലസിക്കുന്നുവോ അത്രയും പ്രശ്നത്തിലോട്ട് അത് കൊണ്ടെത്തിക്കുവാനായിട്ട്, നമ്മെ നിലംപരിശാക്കുവാനായിട്ട് അത് പാകത്തിലുള്ളതാണ് പാപം. അതിനോട് കളിക്കുന്നത് ഒരിക്കലും ശുഭകരമായ ഒരു കാര്യമല്ല. അതിനെ ലാളിക്കുന്നത് ശുഭകരമായ കാര്യമല്ല. അത് വഷളാക്കുന്നതാണ്, നമ്മുടെ തലമുറകളെയും ജീവിതങ്ങളെയും നശിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ. അവർ ചെയ്ത പാപത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ ദൈവം കൊടുത്തത് ഏത് മുഖേനയാണ്? അവരുടെ തലമുറകൾ അത് അനുഭവിക്കുന്നതിന് കാരണമായിട്ട് മാറ്റി. എത്രയോ വേദനയുള്ള കാര്യമാണ്. പാപത്തെ നമ്മൾ ലാളിക്കരുത്. നമ്മുടെ ഉള്ളിൽ പാപം വസിക്കുന്നുണ്ട്. അതിന്റെ സീരിയസ്നെസ് അത്രയും വലുതാണ്. അതിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ജഡത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് നമ്മെ നശിപ്പിക്കുന്നത്, ചതിക്കുന്നതുമാണ്, വശീകരിച്ചു വീഴ്ത്തുന്നതാണ്. ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താ നമ്മൾ ചെയ്യുന്ന കാര്യം ഈ വിഷയം വരുമ്പോൾ? പല വിശ്വാസികളുടെയും, എൻ്റെ ജീവിതത്തിലും ഞാൻ ഇത് പറയട്ടെ, നിരാശനായിട്ട് ഇതൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് മുഖം തിരിച്ച്, ദൈവമേ ഞാൻ പരാജയപ്പെട്ട് എന്നെ കൊണ്ട് ഇനി തോൽക്കുവാൻ വയ്യാന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്ന എത്രയോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കി, അങ്ങനെയൊക്കെ മനസ്സിലാക്കി എന്ന് പറയുന്നത് തെറ്റാ. തെറ്റായി വിചാരിച്ച് ദൈവത്തോട്, ദൈവമേ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പോലും സംസാരിക്കാതെ പിണങ്ങി മാറിയിരിക്കുന്നവരായി മാറിയിട്ടുണ്ട് ഞാൻ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തോട് പിണങ്ങി, ദൈവമേ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഫെഡപ്പായി ഗീവപ്പ് ചെയ്യുന്ന വിശ്വാസ സമൂഹത്തിലേക്ക് നമ്മൾ വരാം. അല്ലെങ്കിൽ മറ്റൊരു വശമുണ്ട്, നമ്മൾ തന്നെ ഇത് ശോധന ചെയ്യും, നമ്മൾ തന്നെ പരിശോധിക്കും, നമ്മൾ തന്നെ ഇരുന്നിട്ട് ഒരു സ്വയപരിശോധന നടത്തും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അത് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ മോശമായ ചിന്ത എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെയൊക്കെ ന്യായങ്ങൾ കൊണ്ടുവന്ന് നമ്മെ തന്നെ ലെവലാക്കി, നല്ലവനാക്കി. ഇത് വേറെ ആരോടും അല്ല കേട്ടോ, ഇത് പുറത്ത് പറയുന്നതല്ല, നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യമാണ്. അത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് വേറെ ആരെടുത്തൊന്നും പറയില്ല. ഭാര്യയോടും പറയില്ല, ഭർത്താവിനോട് പറയില്ല, മക്കളോട് പറയില്ല, ആരോടും പറയത്തില്ല. പക്ഷെ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അത് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഭാഗം കറക്റ്റാണ്, എൻ്റെ സൈഡ് കറക്റ്റാണ്, ഞാൻ ചിന്തിച്ചതിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു നമ്മെ തന്നെ ആ സൈഡിലോട്ട് മാറ്റി നിർത്തുകയാണ്. നമ്മൾ നേരത്തെ വാക്യം വായിച്ചുകൊണ്ട്, ഹൃദയം ഏറ്റവും കപടമുള്ളതാണ്, അത് ആരാഞ്ഞറിയുന്നത് കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. ദാവീദിന്റെ ഒരു പ്രാർത്ഥന നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താ ഇതിന്റെ സൊല്യൂഷൻ? നമ്മൾ
പറഞ്ഞ കാര്യം ഇതാണ്. പാപം നമ്മിൽ വസിക്കുന്നുണ്ട്, പൗലോസ് പറഞ്ഞ വാക്യം. ആ പാപത്തിന് ഇത്രയും പ്രശ്നമുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് അത് പരിഹരിക്കുവാനായിട്ട് സാധ്യതയുള്ളതല്ല. 139 സങ്കീർത്തനം 23, 24 വാക്യങ്ങൾ. സാംസ് 139, 23, 24. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഈ ദാവീദ് പറഞ്ഞ ആ പ്രാർത്ഥനയുണ്ടല്ലോ, വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്, വളരെ റിസൾട്ടുള്ള പ്രാർത്ഥനയാണ്. താൻ പറയുകയാണ്, ദൈവമേ, എന്നെ കൊണ്ട് എന്റെ ഹൃദയം ശോധന ചെയ്യുവാൻ എനിക്ക് പറ്റത്തില്ല. ആ ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയാണ്, എന്റെ ഹൃദയം ശോധന ചെയ്യണം, എന്റെ നിനവുകളെ നീ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കൈകളിലേക്ക് തന്റെ ഹൃദയത്തെയും നിനവുകളെയും താൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുക, നീ ഒന്ന് ശോധന ചെയ്ത് തരണം. വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. നോക്കിയാൽ മാത്രം പോരാ, എന്നെ ശാശ്വത മാർഗത്തിൽ നടത്താനും എനിക്ക് പറ്റത്തില്ല, അതും നീ ചെയ്തു തരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ നമുക്കിതിൽ നിന്ന് എന്തെങ്കിലും വിധേന നമ്മുടെ ബുദ്ധിയോ ലോജിക്കോ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതിൽ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ദൈവമേ, എന്റെ ഹൃദയത്തെ ശോധന ചെയ്തറിയണം, എന്റെ നിനവുകളെ അങ്ങ് ശോധന ചെയ്യണം. എന്നിട്ട് വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് നീ ഒന്ന് നോക്കണം. എന്നിട്ട് ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. നമ്മുടെ ഹൃദയങ്ങളെ, ഒരു വാച്ച് ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ഉണ്ടാക്കുന്ന ആൾ, ആ മൊബൈല് പരിഹരിക്കാനായിട്ട് ഏറ്റവും നല്ല ടെക്നീഷ്യൻ ആരാ? അത് ഉപയോഗിക്കുന്ന ഞാനോ നിങ്ങളോ ആണോ? അതിൻ്റെ മാനുഫാക്ചർ കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. ഒരു പക്ഷെ ആ ഹൃദയം എൻ്റെ ഹൃദയമാണ്, അത് ഞാൻ ഉപയോഗിക്കുന്നതാണ്, ദൈവം എനിക്ക് തന്നാൽ ശരി. അതിന്റെ മാനുഫാക്ചർ ആരാ? അത് ആരാണ് അതിൽ വസിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിന്റെ ഓണർഷിപ്പ് ഉള്ളത്? ആർക്കാണ് അതിന്റെ ഓണർഷിപ്പ്? അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്, മെനഞ്ഞിരിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് മാത്രമേ അതിലെ എറോസ് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ആ ദൈവത്തിന് മാത്രമേ. അതോ മൊബൈൽ കേടായാൽ നമ്മൾ തന്നെ ഞാൻ എന്നെ കൊണ്ട് നന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ വച്ചിരിക്കുമോ? എത്രയും പെട്ടെന്ന് അത് ശരിയാക്കാൻ അതിൻ്റെ കമ്പനിയിലോ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും. അതിൽ യാതൊരു വിമുഖതയും നമ്മൾ കാണിക്കത്തില്ല. എന്തുകൊണ്ടാ? അതിൻ്റെ വിവേകം നമുക്കുണ്ടല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ ആരാഞ്ഞറിയുവാൻ കഴിയുന്നത്, ശോധന ചെയ്യുവാൻ അറിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ആ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ കൊടുത്താൽ മാത്രമേ വ്യസനത്തിനുള്ള മാർഗമുണ്ടോ നോക്കി ശാശ്വത മാർഗത്തിൽ നടക്കുവാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ പാപം വസിക്കുന്നു, ജഡത്തെ പ്രീതിപ്പെടുത്തുന്ന ചിന്തയുണ്ട്, ആത്മാവിന് കീഴ്പ്പെടാത്ത ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് പരിശോധിച്ച് ശരിയാക്കാൻ പറ്റാത്ത ഹൃദയമാണത്. വിശുദ്ധ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം അവിടെയാ വരുന്നത്. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കാത്തത്. ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. വി മസ്റ്റ് അക്സെപ്റ്റ് സിൻ ഡ്വെല്ലിംഗ് ഇൻ മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തിൽ പാപമുണ്ട്, വസിക്കുന്നുണ്ട്, പാപ ശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. 2, ഗോഡ്സ് പവർ ഡ്വെല്ലിംഗ് ഇൻ അസ്. അതിന് ഞാൻ വാക്യങ്ങളൊന്ന് വായിക്കാം. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിലോട്ട് വരിക. അതിന്റെ 11-ാമത്തെ വാക്യം, സൊല്യൂഷൻസിലോട്ട് നമ്മൾ പോവാം. അവണ്ണം നിങ്ങളും, റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 11, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. കൗണ്ട് യുവർ സെൽഫ്.
നമ്മൾ വിചാരിക്കുന്നത് എന്നെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല, പാപത്തിന് അധീനപ്പെട്ട് ഞാൻ പോവുകയാണ്, എന്നെ കൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റത്തില്ല എന്നുള്ള പാപത്തിന്റെ ശക്തിയെ നോക്കി നിന്നുകൊണ്ട് ഇതിൽ യാതൊരു വിജയവും കിട്ടാൻ പോണില്ല. പക്ഷെ ദൈവം പറയുക, നിങ്ങളെ എണ്ണണം, നിനക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ ദൈവം തന്നിട്ടുണ്ട്, നിങ്ങളെ ഈ രീതിയിൽ എണ്ണണം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 7-8 വാക്യം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 1 Thessalonians 4:7-8. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, അല്ലേ? ഇതൊക്കെ നമ്മൾ പാടും. പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല വിശുദ്ധിക്കായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിച്ചത് നമ്മുടെ ദൈവം തന്നെയാണ്. നമ്മളെ ആ വിശുദ്ധിയിലേക്ക് അവൻ എണ്ണണം. ഈ കാര്യത്തിൽ നിങ്ങളുടെ പൊസിഷൻ ഇതാണെന്ന് നിങ്ങൾ എണ്ണണം. ആദ്യം സെൽഫ് റെക്കഗ്നൈസ് ചെയ്യണം. നിങ്ങൾ പാപമുണ്ട്, ശരിയാണ്, അതിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുറെ ചതിക്കുന്ന പാപമാണ്, നമ്മെ നശിപ്പിക്കുന്ന പാപമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളെ എങ്ങനെ എണ്ണണം? നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടാ വിളിച്ചിരിക്കുന്നത്? നിങ്ങളെ ആരാണ് വിളിച്ചിരിക്കുന്നത്? 1 കൊരിന്ത്യർ 6:18-20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചോളുക. ഞാൻ അതിലോട്ട് ഇപ്പൊ പോകുന്നില്ല. Our spiritual pride did not allow us to accept its truth. പലപ്പോഴും നമ്മളെ തന്നെ നാം ആത്മീകർ എന്ന് വിചാരിച്ച് നമ്മെ തന്നെ വഞ്ചിക്കുന്നവരായി നമ്മൾ പോകരുത്. ദാവീദിന്റെ കാര്യം പറയാം, അതിലോട്ട് ഞാൻ വരികയാണ്. നമ്മൾ സ്റ്റോറി അത് ഞാൻ വായിക്കുന്നില്ല. അതിൽ പല സന്ദേശങ്ങൾ നമ്മൾ ആ സംഭവമായിട്ട് കണ്ടിട്ട് നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുന്നു. പക്ഷേ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വിഷയം എന്താണെന്നറിയോ? ദാവീദ് അപ്പോഴും ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ആരെയാ? ആ മനുഷ്യൻ മരണയോഗ്യനെന്ന് ജഡ്ജ് ചെയ്യുവാൻ ദാവീദ് തുനിയുന്നുണ്ട്. അതിനുശേഷമാണ് ആ മനുഷ്യൻ ഇത് നീ എന്നെ എന്ന് പറഞ്ഞ് നാഥാൻ പ്രവാചകൻ പറഞ്ഞു. പക്ഷേ ആ പാപത്തിലായിരിക്കുന്ന സമയത്തുള്ള ദാവീദിന്റെ ഹൃദയം നിങ്ങൾ നോക്കുമ്പോഴും നാഥാൻ പ്രവാചകൻ ആ സ്റ്റോറി ഒന്ന് പറയുമ്പോഴും ഡേവിഡിന്റെ ഇൻട്രസ്റ്റ് എവിടെയാ? ജഡ്ജ് അതേഴ്സ്. ആ സ്റ്റോറിയിലെ ആ മനുഷ്യനെ ജഡ്ജ് ചെയ്യാൻ ദാവീദ് അപ്പോഴും റെഡിയാ. അതിനുശേഷമാണ് താനാണെന്ന് പറഞ്ഞ് അത് റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുവാനായിട്ട് നമുക്ക് വളരെ ഇൻട്രസ്റ്റാ. ദാവീദിനും വളരെ ഇൻട്രസ്റ്റാ. ഒരു കഥയിലെ സ്റ്റോറി ജഡ്ജ് ചെയ്യുവാൻ ദാവീദിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് താനാണെന്ന് പറഞ്ഞപ്പോഴാണ് കഥ ഫുള്ള് മറിയുന്നത്. രണ്ട് കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഓക്കെ, 2 Corinthians chapter 7 അത് തന്നെ വായിച്ചു. 7:10 ഇങ്ങനെയാണ്: ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ പിറന്നു. ഞാനിങ്ങനെ പറയട്ടെ, നമ്മൾ നമ്മുടെ കുറവുകളെ കണ്ട് നാം തന്നെ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഏത് സിറ്റുവേഷനിലും നിങ്ങൾ നോക്കിക്കോ, അത് നമ്മെ ദുഃഖത്തിലേക്കും നമ്മളെ ഡിപ്രഷനിലേക്കും നാശത്തിലേക്കും മരണത്തിലേക്കും മാത്രമേ നിങ്ങളെ കൊണ്ടെത്തിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞായറാഴ്ച വൈകുന്നേരം മീറ്റിംഗ്, സഹോദരന്മാരെ മീറ്റിംഗ്, അതിൽ അവസാന ഭാഗമെത്തിയ സമയത്ത് എനിക്ക് കോൾ വന്നു. ഹോസ്റ്റലിൽ എത്താനുള്ള ഒരു കുഞ്ഞ് കറക്റ്റ് സമയത്ത് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഒരു വിവരവും ഇല്ല, ഒന്നുമില്ല. അവനെ അവസാനം രാത്രി ഏകദേശം 2 മണി വെളുപ്പാങ്കാലായ സമയത്ത് വർക്കലയിൽ പോയി. അത് കഴിഞ്ഞ് പല കാര്യങ്ങളും, അതിലോട്ട് ഞാൻ പോകുന്നില്ല. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ അവനെ കിട്ടി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്ക്, ഹീസ് ഇൻ ഡിപ്രഷൻ സ്റ്റേജ്. അവന് ജീവിതം മടുത്തു.
അവൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. അവൻ തന്നെ അവന്റെ പരാജയങ്ങളെ ഓരോന്നായിട്ട് എടുത്ത് പാരൻസ് നീ ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്, നീ ഒന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള ഒരു സൈഡിൽ നിന്നുള്ളത്, ടീച്ചർമാർ പറയുന്ന മറ്റൊരു വിഷയങ്ങൾ, അവൻ പഠിക്കുന്നില്ല എന്ന് അവന്റെ മേലെ പറയുന്ന ആരോപണങ്ങൾ, ഇങ്ങനെ ഇത് കേട്ട് കേട്ട് അവന്റെ ജീവിതം തന്നെ മൈ ലൈഫ് ഈസ് എ ഫെയിലുവർ എന്നുള്ള സ്റ്റേറ്റിലോട്ട് അവൻ എത്തി. എന്നിട്ട് എഴുതി വെച്ചിട്ട് പോയിക്കുക, ആരും എന്നെ അന്വേഷിച്ച് വരണ്ട, ഞാൻ എന്തായാലും തിരിച്ചു വരും നോക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയിരിക്കുക. വിശ്വാസികൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും ഡിപ്രഷൻ ഒന്നും ഇല്ലാത്തവരാണോ. ഒരു പക്ഷെ ഞാൻ പറയട്ടെ, പല വിശ്വാസികളുടെ ജീവിതങ്ങളിലും ഈ ഒരു ആത്മഹത്യയുടെ വർക്കിലൊന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ മടുത്ത് ഇനി ഒരു പുരോഗതി ഇല്ല എന്ന് വിചാരിച്ച്, ആത്മീയ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാ, യാതൊരുവിധ വളർച്ചയും ഇല്ലാതെ പോവുകയാ. ഇങ്ങനെയൊക്കെ എനിക്ക് രക്ഷിക്കപ്പെട്ട് എങ്ങനെ ഇരിക്കുന്നുവോ അത് തന്നെ ഇപ്പോഴും പോയാൽ മതി. ഇത് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം അല്ല. ഞാനൊരു 2-3 സ്റ്റേറ്റ്മെന്റ്സ് കൂടെ പറഞ്ഞു നിർത്താനായിട്ട് ആഗ്രഹിക്കും. When Holy Spirit show our sins, it's not for discouragement. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള പാപത്തെക്കുറിച്ച് ദാവീദ് പറഞ്ഞതുപോലെ ശോധന ചെയ്ത് കാണിച്ചു തരുമ്പോ അത് നമ്മെ നിരാശപ്പെടുത്താനോ തളർത്തി കറയുവാനോ ആയിട്ട് കാണിച്ചു തരുന്ന കാര്യങ്ങളല്ല. ബട്ട് ടു ലീഡ് ഹോളി ലൈഫ്, സോ ഡോണ്ട് ഗീവ് അപ്പ്. രണ്ടാമത്, those who accepts his sin is not the sign of failed person. ഇത് വളരെ പ്രൊഫൗണ്ടായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ പരാജയപ്പെട്ട വ്യക്തിയല്ല, അവൻ ദൈവസന്നിധിയിൽ വിജയിച്ച വ്യക്തിയാണ്. നമ്മുടെ പാപം, അല്ലെങ്കിൽ ഞാൻ എന്നെ നിർത്തി പറയുക, എന്റെ ജീവിതത്തിലെ പാപം ദൈവം എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരുമ്പോ, ദൈവമേ ഞാൻ തെറ്റുകാരനാണ്, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോ ഞാൻ പരാജയപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് ദൈവസന്നിധിയിൽ വിജയിച്ച വ്യക്തിയാണ്. അതാണ് പോരാട്ടം എന്ന് പറഞ്ഞത്. പോരാട്ടത്തിൽ തളർന്ന് അവശനായിട്ട് ഞാൻ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നത് സാത്താന് മുമ്പിൽ കീഴടങ്ങുന്നതിനല്ല, ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങുമ്പോഴാണ് ഈ ബാറ്റില് എന്തുണ്ടാവും, വിജയം ഉണ്ടാകത്തുള്ളൂ. ഈ ബാറ്റിൽ കീഴടങ്ങിക്കോ, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിക്കോ. ആരുടെ മുമ്പിൽ കീഴടങ്ങണം? സാത്താന്റെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങ്. ദാറ്റ് വിൽ ബി എ വിക്ടറി ഇൻ യുവർ ക്രിസ്ത്യൻ ലൈഫ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ലോകത്തിൽ തന്നെ നോക്കിയാൽ മതി. ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരു മനുഷ്യൻ കോടതിയിൽ എന്താ ചെയ്യുന്നത്? അവനെ വിധിച്ച് കഴിയുമ്പോൾ ലാസ്റ്റായിട്ട് അവന് പറയാനുള്ളത് പറയാൻ പറയും. ചിലര് അതിനെ ഡിഫെൻഡ് ചെയ്യും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും, എന്നാലും ശിക്ഷ കിട്ടും. ചിലര് പറയും ശരിയാണ്, ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് പറയും. അപ്പൊ ലോകം അവനെ എന്ത് മുദ്ര കുത്തും? അവൻ ആ കുറ്റവാളിയാണ്. വാർത്തയിലൊക്കെ എഴുതി കാണിക്കും, ആ കുറ്റവാളി പോലും കുറ്റം സമ്മതിച്ചു എന്നൊക്കെ വളരെ വലിയ റെഡ് അക്ഷരത്തിൽ എഴുതി കാണിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ആ രീതിയിൽ വിധിക്കുന്ന ദൈവമല്ല, നമ്മെ തളർത്തുവാനായിട്ട് നോക്കുന്ന ദൈവമല്ല, മറിച്ച് നമ്മെ വിജയിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പാപം അക്സെപ്റ്റ് ചെയ്യുന്നവനെ, ഞാൻ സിൻ ചെയ്തു എന്ന് ദൈവസന്നിധിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നവനെ ദൈവം എടുത്തുപയോഗിക്കും, ദൈവം എടുത്തുയർത്തും. ഗലാത്യ ലേഖനം അവസാനമായിട്ട് അത് വായിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കും. 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 13 to 16. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവിൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാലൊരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. 16-ാം വാക്യം:
ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതും പൗലോസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അന്യോന്യം സ്നേഹത്താൽ സേവിക്കുക. നിങ്ങളത് വീട്ടിൽ പോയി പിന്നെയും നിങ്ങൾ വായിച്ചു നോക്കുക. ഈ സ്വാതന്ത്ര്യം, ക്രിസ്തീയ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കാൻ ശ്രമിക്കരുത്. സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവിൻ. ഇംഗ്ലീഷിൽ ഫോർ ബ്രദറൻ, യു ഹാവ് ബീൻ കോൾഡ് unto liberty, only use not liberty for an occasion to the flesh, but serve one another. By love serve one another. പ്രിയമുള്ളവരെ, ജഡത്തിലെ അഭിലാഷങ്ങൾ നിറവേറ്റുവാനായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവാനായിട്ട്. ആ വാക്യത്തിൽ തന്നെ തുടർന്ന് നിങ്ങൾ ആത്മാവിന്റെ ഫലം അങ്ങ് താഴെ പോകുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൽ, പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നാം പിന്നെയും പറയുക, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ നമ്മൾ തിന്മയാ ചെയ്യുന്നത്. അതിന് കാരണം എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അത് വസിക്കുന്നുണ്ട്, അതിന് വളരെ ദൂഷ്യവശങ്ങളുണ്ട്. എന്നെ കൊണ്ട് അത് ശരിയാക്കാനായിട്ട് യാതൊരു സ്കോപ്പുമില്ല. അത് ദൈവസന്നിധിയിൽ പൗലോസ് ഡേവിഡ് പ്രാർത്ഥിച്ചതുപോലെ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ നീ എന്നെ ശോധന ചെയ്യണം. ദൈവം നമുക്ക് ആ ശോധന ചെയ്ത് കാണിച്ചു തരുന്ന കുറവുകൾ നമ്മെ ഡിസ്കറേജ് ചെയ്യുവാനായിട്ടല്ല, നമ്മെ വിജയിപ്പിക്കുവാനായിട്ട് വേണ്ടിയിട്ടാണ്. പാപം അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ വിശ്വാസ ജീവിതം വെറുതെ പരാജയപ്പെട്ട് കീഴടങ്ങി, സാത്താന് മുമ്പിൽ കീഴടങ്ങി പോവാതെ, അവൻ ഒരു എഫേർട്ടും ഇല്ല, അവനൊരു പണിയും ഇല്ലാതെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ കീറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ദൈവത്തിന് മഹത്വം.